Hello guys, welcome back to Flying Frickies. It's me Kiran. It's me Reshma. ജെർമിയുണ്ടേ മകളും മമ്മിയും പപ്പ ഇരിപ്പുണ്ട് കഫേയില്. സോ നമ്മ ഉള്ളത് ബോബോയിലാണ്. ബോബോ ഫോർട്ട് കൊച്ചിയിലാണ്. ഇതൊരു പെറ്റ് ഫ്രണ്ട്ലി റെസ്റ്റോറന്റ് ആണ്, കഫേ. അതെ, ആക്ച്വലി ഇത് റോംസറാക്സിന്റെ ആണ് ആക്ച്വലി. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോബോയിലാണ് ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. ആക്ച്വലി ഇത് നമുക്ക് പെറ്റ്സിന്റെ പെറ്റ് പാരൻസിനും കൂടെ ഉള്ള ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഒരു ചെലവഴിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണ്. ഒരു കഫേയും കൂടെയാണിത്. നമുക്ക് മേളില് കഫേ ആയിട്ടുണ്ട് ഇവിടെ. ആക്ച്വലി ഇത് പെറ്റ് ഷോപ്പാണ്. പെറ്റ് ഷോപ്പ് ഉണ്ട്, കിഡ്സിന് ഷോപ്സ് ഉണ്ട്, ബുക്സ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, പർച്ചേസും ചെയ്യാം. ഗ്രൂമിംഗ് ഉണ്ട്, പെറ്റ് ഗ്രൂമിംഗ് ഉണ്ട്. സോ ഇത് വരുന്നത് ആക്ച്വലി ഫോർട്ട് കൊച്ചി വില്ലേജ് ഓഫീസിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് വരുന്നത്. സോ എല്ലാ പെറ്റ്സിനും ഉള്ള പാരന്റ്സിനൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അതേപോലെ ബോർഡിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഒരു അടിപൊളി ബോർഡിംഗ് ഫെസിലിറ്റി ആണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇവിടെ കയറി വന്നപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജർമ്മനിയും കൊണ്ട് ഫുഡ് കഴിക്കാൻ പോകാൻ ഓർത്തു. അപ്പോഴാണ് ഞാൻ കണ്ടത് അവിടെ കുളിക്കാനുള്ള സ്ഥലമുണ്ടത്. അപ്പോൾ ജർമ്മനി നമുക്ക് ഗ്രൂമിങ്ങിൽ ബാത്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആദ്യം റെഡിയാക്കാണ്. ഈ വരുന്ന ഏരിയയിലാണ് ജർമ്മനെ കുളിപ്പിക്കുന്ന സ്ഥലം. പ്ലസ് ഡോഗ്സിന്റെ ഒക്കെ ടോയ്സും ഫുഡും വരുന്ന ഏരിയയാണ്. ഡോഗ്സിന്റെ അതെ. അപ്പൊ നമ്മൾ ആദ്യം ജർമ്മനി അവരെ ഏൽപ്പിച്ചു ജർമ്മനി ഒന്ന് കുളിപ്പിക്കാനായിട്ട്. സോ അപ്പൊ ഞങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെ ജർമ്മനി അകത്തേക്ക് പോയി കുളിപ്പിക്കാൻ വേണ്ടി. ആള് കുറച്ച് മടിയനാണ് കുളിക്കുന്ന കാര്യത്തിൽ. സോ പക്ഷെ അവർ നല്ല രീതിയിൽ തന്നെയാണ് അവരെ കെയർ ചെയ്തത്. അവരായിട്ട് അപ്പൊ തന്നെ ഇണങ്ങുകയും ചെയ്ത് അവരെ കുളിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ തുടങ്ങുകയും ചെയ്തായിരുന്നു. ഞങ്ങൾ കുറച്ചേരം വെയിറ്റ് ചെയ്ത് നോക്കി അവൻ എന്താണ് പ്രശ്നം ഉണ്ടാക്കോ ഇല്ലയോ. ഞങ്ങൾ മാറി ഇന്ന് വാച്ച് ചെയ്യുമായിരുന്നു. സോ ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കുന്നതാണ്. ഇവിടെ ടോയ്സ് ഒക്കെ വരുന്നുണ്ട്, പെറ്റ്സിന്റെ ഗ്രൂമിങ്ങിന്റെ ആക്സസറീസ് ഉണ്ട്, പിന്നെ ചെയ്യാനുള്ള ഷാംപൂസ്, അതെ, പിന്നെ അവരുടെ പാത്രങ്ങള്, കൂടെ ജർമ്മിക്കല്ല പെറ്റ്സിന്റെ ഒക്കെ ഫുഡുകള്, ട്രീറ്റ്സ്, അതാണ് മെയിനായിട്ട്. കാറ്റിന്റെ ഉണ്ട് അവിടെ. ഡോഗ്സിന്റെ കാറ്റിന്റെയും കൂടെയാണ് ഉള്ളത് ട്രീറ്റ്സ്. അതെ. പിന്നെ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ചിപ്പ് ചോപ്പ് ട്രീറ്റ് കേട്ടോ. ജർമ്മിക്കിന്റെ സ്പെഷ്യൽ ആണ്, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രെയിനിങ്ങിനൊക്കെ കൊടുക്കാനൊക്കെ കൂടെയാണ്. പിന്നെ ഇതാണ് പറഞ്ഞത്, ജർമ്മിക്കും പല ഡോഗ്സിനും ഒക്കെ പറ്റുന്നതിനെ പറ്റിയ ഡ്രസ്സാണ് അവരുടെ. സോ ഓരോ ഒക്കേഷന് പറ്റിയ ഡ്രസ്സുകളൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഏരിയയിലാണ് കിഡ്സിന്റെ ഏരിയ. അവിടെ ടോയ്സ് ഒക്കെ, ഗെയിംസ്, കളിക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനും പറ്റും, അവിടെ നിന്ന് കളിക്കാനും സാധിക്കും. പിന്നെ ബുക്സ്, വലിയവർക്കും വായിക്കാൻ പറ്റിയ ബുക്സുകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. കിഡ്സിന്റെ രണ്ടുപേരുടെ ഉണ്ട്. അതെ, എല്ലാവർക്കും ഇവിടെ അതൊരു എന്റർടൈൻമെന്റിനുള്ള ഒരു സ്പേസ് ആണ്. ഇതാണ് ഡോഗ്സിനൊക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടി. അവർക്ക് ഇപ്പോൾ അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ്സ് ആണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് അവര് സ്റ്റേ ചെയ്യുന്നത്. ആക്ച്വലി ചില ഡോഗ്സ് കേജിൽ, ഇപ്പൊ ജർമ്മനി പോലുള്ളവർ കേജിൽ ഇരിക്കാത്തവരാ. അപ്പൊ അവരെ ഇവിടെ നമ്മൾ കൊണ്ട് സ്റ്റേ ചെയ്യിക്കുമ്പോൾ, ബോർഡിങ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ റിലീസ് ചെയ്ത് വിടും, കേജിലൊന്നും വിടത്തില്ല. സോ ഇതാണ് ഇവരുടെ റെസ്റ്റോറന്റ് ഏരിയ. അധികം സ്പേസ് ഒന്നും ഇല്ല, ബട്ട് ഉള്ള സ്പേസ് അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഔട്ട്സൈഡിൽ നമുക്ക് വ്യൂ ഒക്കെ ചെയ്തുകൊണ്ട് ഇരിക്കാന്നുള്ള സ്പേസ് ആണ്. അതെ. സോ അങ്ങനെ രണ്ട് സ്പേസ് ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു സ്പേസ് വേറെ ഉണ്ട്, അധികം പിന്നീട് കാണിച്ചു തരാം. സോ നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ മെനു. അപ്പോൾ സോ മെനു ഞാൻ കുറച്ചു നേരം വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഏകദേശം റേറ്റ് ഒക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. സോ നിങ്ങൾക്ക് റേറ്റ്സ് ഒക്കെ ഏകദേശം നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ. ഇവരുടെ മെനുവിനൊക്കെ അത്ര വലിയ കോസ്റ്റ്ലി ഒന്നും അല്ല, നമുക്ക് മെയിൻറ്റൈനബിൾ ആണ്. സോ ഞങ്ങളപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറച്ച് സൂപ്പും അങ്ങനത്തെ പാസ്തയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. സോ ഫുഡിന് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എല്ലാവരും ഒന്ന് കാണിക്കാൻ ഓർത്തായിരുന്നു ഇത് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇതാണ് കുറച്ച് ഇന്റീരിയർ ആയിട്ടുള്ള വരുന്ന ഡിസൈനൊക്കെ വരുന്നത്. നല്ല മനോഹരമായിരുന്നു ഇന്റീരിയേഴ്സ് ഒക്കെ.
നല്ല കാമൻ ക്വയറ്റ് പ്ലേസും ഉണ്ട്, നമുക്ക് എത്ര വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം അവിടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു വേറൊരു സ്പേസ് ആണ്. ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട്, കൗണ്ടറുടെ അടുത്താണ് വേറൊരു സ്പേസ് വരുന്നത്. അപ്പൊ മൊത്തം 3 സ്പേസ് ആണ് ഇവർക്ക് വരുന്നത്. നമ്മൾ കഴിക്കുന്ന സമയത്ത് വേറൊരു ആൾക്കാരും ഉണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ ഡോഗാണ് കേട്ടോ. ഇത് കണ്ട ചെറിയ പ്രായമെന്ന് വിചാരിച്ചു, പക്ഷെ ഇതൊരു 8 വയസ്സുള്ളൊരു ഡോഗാണ്. ഇതിന്റെ പേര് കേശു എന്നുണ്ടാണ് പേര് കേട്ടോ. നല്ല ഒരു ഫ്രണ്ട്ലി ആയിരുന്നു. ആരുടെ കൂടെയും ഇത് ഇണങ്ങാം എന്നുള്ള ഒരു ഡോഗാണ്. സോ അവിടെ വന്നവർക്ക് ഡോഗ്സ് ഇല്ലെങ്കിലും അവർക്ക് പെറ്റ് ചെയ്യാൻ പറ്റിയ ഡോഗ്സ് അവിടെ അവൈലബിൾ ആയിരുന്നു. സോ മമ്മിക്ക് അത് കണ്ടപ്പോൾ തന്നെ മമ്മി ഒരു കുഞ്ഞാവിനെ എടുത്തേക്കണ പോലെയാണ് എടുത്തു വെച്ചത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പപ്പക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, മമ്മി പക്ഷെ കൊടുക്കണില്ല. മമ്മി ഭയങ്കര ഫാനായിണ്ട്. അതെ, ഇത് എന്റെ ഇരുന്നപ്പോ ഭയങ്കര പേടിച്ചിരിക്കണായിരുന്നു. അനങ്ങാതെ ഒരു സ്റ്റാച്ചു പോലെയാണ് ഇരിക്കണത്. എന്തെങ്കിലും എടുത്തിട്ട് പോകുമോ അതെ. അങ്ങനെ ലാസ്റ്റ് പപ്പക്ക് കിട്ടി. ആളെ പപ്പ നല്ല എടുക്കണ രീതി കണ്ടാൽ തന്നെ അറിയാൻ പറ്റില്ല പപ്പക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എടുക്കണെന്ന്. സോ നമ്മളുടെ ഫസ്റ്റ് സൂപ്പാണ് വന്നത്. നമ്മള് മഷ്റൂം സൂപ്പാണ് പറഞ്ഞത്. അത് നല്ല അടിപൊളി സൂപ്പായിരുന്നു. കണ്ട ഒരു സ്പൈസി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും സ്പൈസി അല്ല, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പായിരുന്നു വരുന്നത്. ഇതിന്റെ മെനു ആക്ച്വലി ആ ഇതിൽ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ മെനുവിൽ നോക്കി അറിയാൻ പറ്റും മഷ്റൂം സൂപ്പ് ഏതാണെന്നുള്ളത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് ട്രൈ ആണ് മഷ്റൂം വെച്ചിട്ട് സാധനം. നമ്മൾ ചിക്കനൊക്കെയാണ് പറയുന്നത്, അപ്പം ഈ പ്രാവശ്യം മാറി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മഷ്റൂം ചൂസ് ചെയ്തത്. ഒരു വെജിറ്റേറിയൻ സൂപ്പാണ് നമ്മൾ ആദ്യം ചൂസ് ചെയ്തത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പപ്പക്കും മമ്മിക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു സൂപ്പായിരുന്നു. സോ നമ്മൾ അടുത്ത ഓർഡർ ചെയ്തത് ചിക്കൻ ലോഡഡ് ഫ്രൈസ് ആണ്. നല്ല ഒരു അടിപൊളി ഫ്രൈസ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതെ, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. 4 പേർക്കും കഴിക്കാൻ പറ്റിയ ഒരു ക്വാണ്ടിറ്റി തന്നെ അവർ തന്നായിരുന്നു. സോ അടുത്ത ഓർഡർ ചെയ്തത് പാസ്തയാണ്. പാസ്തയും അത്ര ക്വാണ്ടിറ്റി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിരുന്നു. അതും ചിക്കനാണ് പാസ്ത ഓർഡർ ചെയ്തത്. നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി, നമ്മൾ ഓൾറെഡി നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ കഴിക്കുന്നത്. ആ സമയത്ത് ജെർമി പുറത്തുപോയി അവിടെ കളിയായിരുന്നു. അവന്റെ ഗ്രൂമിങ്ങും എല്ലാം കഴിഞ്ഞ് ആള് വന്നായിരുന്നു. അപ്പൊ വന്ന് നേരെ കളിക്കാനായിട്ടാണ് ഓടിയത്. അതിന്റെ കൂടെ പപ്പ എടുത്ത് ജെർമിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതെ. സോ ഇതൊക്കെയാണ് അവിടുത്തെ ഫുഡിന്റെ കുറച്ച് കലാപരിപാടികളൊക്കെ. അത് അവിടെ ആൾക്കാർക്ക് ജെർമിനെ പെറ്റ് ചെയ്യാനായിട്ടായിരുന്നു കൂടുതൽ സമയം ഉണ്ടായിരുന്നത്. അധികം അതെടുത്തില്ല. അപ്പോൾ ഇതാണ് അവര് അവിടുത്തെ ആൾക്കാർ നല്ലോണം പെറ്റ് ചെയ്യാനായിട്ട് നിന്ന് തന്നായിരുന്നു. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.